സഹോദരരെ, നിങ്ങളുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കവേ. കർത്താവേ, സന്തോഷഭരിതയായ സഭയുടെ കാണിക്കകൾ അങ്ങേക്ക് സ്വീകാര്യമായി തീരട്ടെ. ഈ വിശുദ്ധാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അംഗീകരണം ഈ ദിവരഹസ്യങ്ങൾ വഴി നിത്യരക്ഷ സംപ്രാപിക്കുമാറാവട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേ.
എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൂർത്താഴ്ചകൾ അറിയാത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ അങ്ങേ തിരുപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ താഴ്മഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും വാങ്ങിയിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ലഭിക്കാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പ്രസിദ്ധീകരിക്കാമനോടും ആ കന്യകയുടെ ഭർത്താവായ യോസേഫിനോടും അനുഗ്രഹീതരായ പസ്തന്മാരോടും മഹിമേറിയ സാക്ഷികളോടും മറ്റ് എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥ കൈകളും ഞങ്ങൾ പ്രയാസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേദാസനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോടും ഈ രൂപാധ്യക്ഷനായ എന്നോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടുമൊത്ത് അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും
സമയത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. ഈ ദേവാലയം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്ന ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ഇത് ഇവർക്ക് രക്ഷയുടെ ഭവനവും സ്വർഗീയ കൂദാശകളുടെ വേദിയുമായിരിക്കണമേ. സമാധാനത്തിൻ്റെ സുവിശേഷം ഇവിടെ മുഴങ്ങിക്കേൾക്കുകയും ദിവ്യരഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അതുവഴി അന്യവിശ്വാസികൾ ജീവന്റെ വചനത്താലും ദിവ്യകൃപയാലും ഉദ്ബോധിതരായി ഐഹിക നഗരിയിലൂടെ തീർത്ഥാടനം ചെയ്തുകൊണ്ട് ശാശ്വത ജെറുസലേമിൽ എത്തിച്ചേരുവാൻ അർഹരാകട്ടെ. കാരണവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ബന്ധിപ്പിക്കണമേ. ഞങ്ങളുടെ സഹോദരനെയും അങ്ങേ തിരിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടണമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ദൈവമേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ
കത്തോലിക്ക വിശ്വാസികളും ഉപസാരിച്ച് കുർബാന സ്വീകരിച്ചവർ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുക, മറ്റുള്ളവർ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കത്തോലിക്ക വിശ്വാസ Thank you.
ആദ്യമായപ്പവും വീഞ്ഞും ബലി ചെയ്ത മെൽക്കീസദേക്കിൻ്റെ യാഗവുമായി നാഥൻ്റെ അന്തിമ ഭോജന നാളിലെ ദിവ്യയാഗം ഞങ്ങളർപ്പിക്കയായി. ആദ്യമായപ്പവും വീഞ്ഞും ബലി ചെയ്ത മെൽക്കീസദേക്കിൻ്റെ യാഗവുമായി നാഥൻ്റെ അന്തിമ ഭോജന നാളിലെ ദിവ്യയാഗം ഞങ്ങളർപ്പിക്കയായി. നിൻ തിരുമയ്യായി മാറുമിയപ്പവും രക്തപ്രതീകമാം വീഞ്ഞുമൊന്നായി. നിൻ തിരുമയ്യായി മാറുമിയപ്പവും രക്തപ്രതീകമാം വീഞ്ഞുമൊന്നായി. പാവകപദതാരിൽ അർപ്പിക്കയാണിത കനിവോടെ സ്വീകരിക്കണേ, കനിവോടെ സ്വീകരിക്കണേ. ആദ്യമായപ്പവും വീഞ്ഞും ബലി ചെയ്ത മെൽക്കീസദേക്കിൻ്റെ യാഗവുമായി നാഥൻ്റെ അന്തിമ ഭോജന നാളിലെ ദിവ്യയാഗം ഞങ്ങളർപ്പിക്കയായി. സന്തോഷം കലർന്നൊരി കാഴ്ചകൾ കൈകൂപ്പി നിൻ മുൻപിലേകിടുന്നു. ദുഃഖ സന്തോഷം കലർന്നൊരി കാഴ്ചകൾ കൈകൂപ്പി നിൻ മുൻപിലേകിടുന്നു. കാരുണ്യപൂർവം ഈ ബലി വസ്തുക്കൾ കരുണാമയാ സ്വീകരിക്കൂ, കരുണാമയാ സ്വീകരിക്കൂ. ആദ്യമായപ്പവും വീഞ്ഞും ബലി
പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വാരിക്കോരി തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്തോത്രഗീതം ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി അങ്ങേ സത്യം ഞങ്ങളുടെ മാനസങ്ങളിൽ സമൃദ്ധമായി നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശുദ്ധാലയത്തിൽ അങ്ങേ നിരന്തരം ആരാധിക്കുകയും അങ്ങേ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യനിർവൃതിയുടെയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളേ. കർത്താവിനോടുകൂടെ ആശീർവാദത്തിനായി ശിരസ്സ് നമിക്കുവിൻ. എന്നീ ഭവനത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവം സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ പൂരിതരാകാൻ ഇടയാക്കുമാറാകട്ടെ. ചിതറിക്കപ്പെട്ട മക്കളെല്ലാവരും തന്റെ മുതലാൽ ഒരുമിച്ച് കൂടാൻ തിരുമനസ്സായ അവിടുന്ന് നിങ്ങളെ അവിടുത്തെ ഭവനവും പരിശുദ്ധാത്മാ
കർത്താവിന്റെ വാസസ്ഥലവുമായി ഭവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷപൂർവ്വം ശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങളിൽ തന്നെ ദൈവം വസിക്കാനും നിത്യാനന്ദത്തിന്റെ അവകാശം എല്ലാ വിശുദ്ധരോടൊപ്പം നിങ്ങൾ കൈവരിക്കാനും ഇടയാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നമുക്ക് ഏവർക്കും ഇരിക്കാം. നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നമ്മോട് നമ്മളുടെ രണ്ട് വാക്കുകൾ സംസാരിക്കുവാനായിരിക്കും. അഭിയന്യ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛ, പ്രിയപ്പെട്ട മത്സരന്മാരെ, പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, കർബലമാത മരിയാപുരം ഒരു ചരിത്ര സംഭവത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഒരു ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന ഈ ഇടവകയ്ക്ക് ഈ പുതിയ ദേവാലയം ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. 763 കുടുംബങ്ങളുള്ള ഈ ഇടവകയിലെ 85% കുടുംബങ്ങളും മേസ്ത്രി, ആശാരി, കൂലിപ്പണിക്കാരാണ്. യുവജനങ്ങൾ ആക്രി ശേഖരിച്ച് വിറ്റ് കുഞ്ഞുങ്ങൾ കുടുക്കയിൽ പൈസ ശേഖരിച്ച് ദേവാലയ നിർമ്മാണത്തിന് ഒരു എളിയ ആരംഭം കുറിച്ചു. പല കുടുംബങ്ങളും ലോണെടുത്തും സ്വർണം പണയം വെച്ചും ദേവാലയ നിർമ്മാണത്തിൻ്റെ വിഹിതം തന്നു തീർത്തു. വിഹിതം കൂടാതെ ശ്രമദാനം ചെയ്തവരും കൂടുതൽ വേറെ സഹായം ചെയ്തവരും ഒത്തിരി പേരുണ്ട്. ഇവിടെ ദേവാലയത്തിന്, പള്ളിക്ക് എത്ര കൊടുത്താലും മതി വരാത്ത കുറച്ച് പാവപ്പെട്ട ആളുകളുമുണ്ട്. മര്യാദത്തുള്ള ക്രൈസ്തവരും അക്രൈസ്തവരും അതുപോലെ മറ്റ് ഇടവകളിലുള്ളവരും ഇതിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ ഈ കൂദാശകർമ്മം ഇവിടെ പൂർത്തിയായി. ഈ ദേവാലയം ഈ നാടിന് വേണ്ടിയിട്ട്, ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ധന്യമായ ഈ നിമിഷത്തിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ് എൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. യാതൊരു ആപത്തും കൂടാതെ, അപകടം കൂടാതെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ അനുഗ്രഹിച്ച ദൈവപിതാവിന് നന്ദി അർപ്പിക്കുകയാണ്. പഴയ ദേവാലയം പൊളിച്ച് പുതിയ ദേവാലയം നിർമ്മിക്കുവാൻ അനുവാദം നൽകിയ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മവും നടത്തി. സാമ്പത്തിക സഹായം നൽകി. കൂടെ വന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം മെത്രാൻ ആയിട്ട് നിയമിതനായതിൻ്റെ വാർഷികം കൂടിയാണ്. മര്യാദത്തെ പ്രതി അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹവും പരിഗണനയും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ആശീർവാദം നിർവഹിച്ച് ദൈവജനത്തിന് സമർപ്പിച്ച രൂപതാധ്യക്ഷൻ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിന് ഇടവക മക്കളുടെ പേരിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള നന്ദി അറിയിച്ചു വരുന്നു. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ മര്യാദത്ത് ഒരു കത്തോലിക്ക സമൂഹം ഉണ്ടായിരുന്നു. എങ്കിലും 1918 കുരിശാകൃതിയിലുള്ള ഒരു ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്.
കൊല്ലം രൂപതയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശത്ത് കൊല്ലം രൂപത അധ്യക്ഷനായ അഭിവന്ദ്യ വെൻസികർ പിതാവാണ് ആ ദേവാലയം നിർമ്മിച്ചത്. ഈ അവസരത്തിൽ കൊല്ലം രൂപതയോടുള്ള ഞങ്ങളുടെ കടപ്പാടും നന്ദിയും പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിവന്ദ്യ സ്റ്റാൻലി റോമൻ പിതാവിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അഭിവന്ദ്യ സെൻട്രിസ്റ്റ് പൊന്നുമുത്തൻ പിതാവ് ഈ നാടിൻ്റെ മകനാണ്. നാടിൻ്റെയും നാട്ടുകാരുടെയും സന്തോഷം അദ്ദേഹത്തിൻ്റെ കൂടി സന്തോഷമാണ്. അഭിവന്ദ്യ പിതാവിനെ ക്ഷണിക്കുവാൻ പോയപ്പോൾ ഒത്തിരി സ്നേഹത്തോടെയാണ് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചത്. ഇന്ന് വചനം പങ്കുവച്ച് നമ്മെ ധന്യരാക്കി നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന അഭിവന്ദ്യ സെൻട്രിസ്റ്റ് പൊന്നുമുത്തൻ പിതാവിന് എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവന്ദ്യ തോമസ് മാർ പിതാവ് പുതിയതായി രൂപം കൊണ്ട പാഠശാല മലങ്കര കത്തോലിക്ക രൂപതയുടെ അധിപനാണ്. എല്ലാവരുമായിട്ട് ഒത്തിരി സഹോദരം പുലർത്തുന്ന പിതാവാണ്. കൊളോഡയൻ സഭയിലെ പല വൈദികരെയും അടുത്തറിയുന്ന ആളാണ് അഭിവന്ദ്യ പിതാവ്. അഭിവന്ദ്യ പിതാവിനെ ക്ഷണിക്കുവാൻ പോയപ്പോൾ അദ്ദേഹം ഒത്തിരി സന്തോഷത്തോടെയാണ് നമ്മൾ ക്ഷണം സ്വീകരിച്ചത്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന അഭിവന്ദ്യ പിതാവിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള നന്ദി അറിയിച്ചു. കൊളോഡയൻ സഭയുടെ പ്രഭുപ്രകാശ് പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യലായ സ്നേഹബഹുമാനമുള്ള വർഗീസ് പുള്ളനച്ഛൻ ഇവിടെ നമ്മുടെ മധ്യ അൽത്താരയിൽ സന്നിധനാണ്. ഈ ദേവാലയ നിർമ്മാണ കാലഘട്ടത്ത് പലതവണ അദ്ദേഹം മര്യാപുരം ഇടവക സന്ദർശിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപദേശവും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഉദാരമായിട്ട് അദ്ദേഹം സംഭാവനയും നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛനോടും കൊളോട്ടയം സഭയോടും ഞങ്ങൾക്കുള്ള കടപ്പാട് നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛന്, ബഹുമാനപ്പെട്ട വർഗീസ് പുള്ളനച്ഛന്, ഇടവ മക്കളുടെ പേരിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള നന്ദി അറിയിച്ചു. സ്നേഹബഹുമാനമുള്ള മോൺസിഞ്ഞോർ ക്രിസ്താസത്തിനോട് സന്നിധനാണ്. അതുപോലെ റീജിയണൽ കോർഡിനേറ്റർമാരായ മോൺസിഞ്ഞോർ VP ജോസച്ചൻ, മോൺസിഞ്ഞോർ വിൻസെന്റ് KP ഇവരും സന്നിധനാണ്. എല്ലാവരും ഈ ഇടവകയുടെ വളർച്ചയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സഹായം നൽകിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇടവക വികാരിമാരായിരുന്ന സ്നേഹബഹുമാനമുള്ള നാട്ടിപ്പനക്കലച്ചനോട് സന്നിധനാണ്. അഗസ്റ്റിൻ വൈറ്റിക്കലച്ചൻ ഇവിടെ സന്നിധനാണ്. ബഹുമാനപ്പെട്ട മാത്യു പനക്കലച്ചനാണ് ആദ്യത്തെ കൊളോട്ടയം വൈദികൻ ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നത്. ഇന്ന് അവരുടെ ആയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ ഇവിടെ ശുശ്രൂഷ ചെയ്ത സഹവികാരിമാരുടെ സന്നിധിയിലാണ് ബഹുമാനപ്പെട്ട ജോണി അമൽദാസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സന്തോഷ് കോയിക്കലച്ഛൻ, ബഹുമാനപ്പെട്ട രോമിഷ് ജോസഫ് അച്ഛൻ, ഇഞ്ചിപ്പോൾ അച്ഛൻ. ഇവരെല്ലാവർക്കും ഏറ്റവും കൃത്യമായിട്ടുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. നമ്മുടെ കൊറോണയിലായിരുന്മാർ മിക്കവരും തന്നെ ഇവിടെ സന്നിധിയിലാണ്. അവരെല്ലാവരും പല വിധത്തിലും നമ്മെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഫൊറോനയിലെ അച്ഛന്മാർ, മറ്റ് ഫൊറോനയിലെ രൂപതയിലെ അച്ഛന്മാർ, മറ്റ് സന്യസ്തരായിട്ടുള്ള വൈദികർ, അവർ സന്നിധരാണ്. അവർക്കെല്ലാവർക്കും നന്ദി, ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഇടവകയിൽ നിന്നുള്ള വൈദികരായ സ്നേഹബഹുമാനമുള്ള അരുണാച്ചനുകളുടെ പവിത്ര സഭാംഗമാണ്. അതുപോലെ ജോസഫ് തോപ്പിലച്ഛൻ CMI സഭയാംഗമാണ്. അതുപോലെ ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഇടവകയിൽ നിന്ന്. ICM സിസ്റ്റേഴ്സ് ഉണ്ട്, FIH ഉണ്ട്.
വേറെ കോംപ്ലിക്കേഷനുകളുണ്ട് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും ഇന്ന് എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഐസിഎം ഗവൺമെൻറ് സിസ്റ്റേഴ്സ് അവരാണ് ഇതിനുള്ള ഇവിടെ ഒത്തിരി ഒരുക്കങ്ങൾ നടത്തിയത്. അവർക്ക് അതുപോലെ അവരുടെ പ്രൊവിൻഷ്യൽ ഇവിടെ സന്നിധിയാണ്, മറ്റ് സിസ്റ്റേഴ്സുണ്ട്, അതുപോലെ മറ്റ് കോൺവെൻറ്റുകളിൽ നിന്ന് ഒത്തിരി സിസ്റ്റേഴ്സ്മാരിവിടെ ഉണ്ട്. അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹൃദയത്തോടെ അവർക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഒരു ദേവാലയ നിർമ്മാണം അതിന് ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. 13 അംഗങ്ങൾ ഉൾപ്പെടുന്ന ശക്തമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. അതിൽ ശക്തനായിട്ടുള്ള ഒരു ലീഡർ ഉണ്ടായിരുന്നു, ശ്രീ ജെ അനിൽകുമാർ അക്ഷർ. 13 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു. ഒത്തിരി അധ്വാനം, കഠിനമായിട്ടുള്ള അധ്വാനം അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ അവരുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. ഈ നിമിഷം അവരെ പ്രത്യേകം ഓർക്കുന്നു. അവർക്കും ഇടവകയുടെ പേരിലുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒത്തിരി കമ്മിറ്റികളുണ്ട്, പാരിഷ് കൗൺസിലുണ്ട്, ഇതിൻ്റെ ആഘോഷങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇന്ന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഇതിൻ്റെ ആർക്കിടെക്റ്റായിട്ട് പ്രവർത്തിച്ചത് എഞ്ചിനീയർ ഫ്രാൻസിസ് ലിയോ പറമ്പിലാണ്. അതുപോലെ ഇതിൻ്റെ കോൺട്രാക്ടറായിട്ട് പ്രവർത്തിച്ച ശ്രീ ജെ ജോസ് സിൽവയിലുള്ള അംഗമാണ്. ഇതിൻ്റെ അൾത്താരയുടെ ഇതെല്ലാം ജോലികളെല്ലാം ചെയ്തത് മിസ്റ്റർ സജീവൻ, ശ്രീ സജീവൻ എറണാകുളത്തുള്ള അംഗമാണ്. ഇതിൻ്റെ സീലിംഗ് വർക്ക് നടത്തിയത് ശ്രീ ഷിജോ, നേതൃത്വം കൊടുത്തത് ശ്രീ ഷിജോ ആണ്. അദ്ദേഹവും തൃശ്ശൂരിൽ നിന്നുള്ള അംഗമാണ്. സൗണ്ട് സിസ്റ്റം അത് ക്രമീകരിച്ച ശ്രീ സന്തോഷ്. അതുപോലെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് മിസ്റ്റർ ജയദാസ്, അതുപോലെ ശ്രീ ജോൺസൺ, മിസ്റ്റർ വിജയ് കുമാർ. വുഡ് വർക്ക് നടത്തിയത് ശ്രീ ബിനുലാല്, നമ്മുടെ അടുത്ത ഇടവകയായ ലാത്താങ്കര ഇടവകയിൽ നിന്നുള്ള അംഗമാണ്. അത്താരയുടെ പണി നടത്തിയത് ശ്രീ സുരേഷ് ബാബു. ഗ്ലാസിൻ്റെ വർക്ക് നടത്തിയത് ശ്രീ ബേബി ആൻഡോ. ഗ്രാനൈറ്റ് വർക്ക് നടത്തിയത് ശ്രീ ബിനു. പെയിൻറ്റിങ് നടത്തിയത് ഈ ഇടവാംഗമായ ശ്രീ സെൽവരാജ്. നമ്മുടെ നേതൃത്വം കൊടുത്തത് ഇതിനുള്ള ഈ പൂന്തോട്ടവും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനെ മുകളിൽ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് പ്രവർത്തിച്ച ശ്രീ എ രാജേന്ദ്രൻ നേതൃത്വം കൊടുത്തു. സ്റ്റാച്യു തിയേറ്റർ ഇതെല്ലാം നമുക്ക് നൽകിയത് തൃശ്ശൂരിലുള്ള ശ്രീ ജോമോൻ. അതുപോലെ പൊതുപണികളെല്ലാം നടത്തിയത് ശ്രീ ആന്റണി പച്ചപ്പിളാകൻ, സൂപ്പർവൈസറായത് ശ്രീ സിബി ജോൺ. ഇവർക്കെല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് മനോഹരമായിട്ട് ഗാനങ്ങൾ ആരംഭിച്ച കൊയറിന് അതിന് നേതൃത്വം നൽകിയ ശ്രീ OVS സാറിനും ഈ കൊയറിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവരുടെയും പേരിൽ നന്ദി, ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സർവ്വ അതോടൊപ്പം തന്നെ പ്രവർത്തിച്ച ഇവിടെയുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായ ദൈവാനുഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും എത്ര പ്രവർത്തിയാലും അറിയാവുന്നില്ല അത്രയും എന്നത് പറയുന്നത് ഇനിയും ഏറ്റെടുക്കുന്ന കടമുണ്ട്. ഒരു വർഷം കൊണ്ട് തീർത്തിരിക്കുകയാണ്.
നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് പലരും സഭയിലെയും ഒരുമിച്ചായ പലരും സഭയിലെയും വികാരങ്ങൾക്കും മറ്റ് വളരെ വലിയക്കും പ്രത്യേകമായ അറിയിക്കുന്ന നമ്മുടെ നടപ്പുകളിലൂടെ ഞാൻ അറിയിക്കുന്നു. ഈ ദേവാലയ ആശീർവാദം ഏറ്റവും മഹത്വപൂർണ്ണമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ അമ്മ രൂപതയായ കൊല്ലം രൂപതയെ നിയമിക്കാൻ സ്നാനത്തിലാവണം ചോദിച്ച് അദ്ദേഹം വളരെ സന്തോഷത്തോടെ വന്ന് എൻ്റെ സ്വന്തം സഹോദരനായ എൻ്റെ സാക്ഷിയായ വന്ന് എൻ്റെ സ്വന്തം ആൾക്കാരനായ നിങ്ങൾക്കും ഞാൻ പ്രത്യേകം വലിയ നന്ദി അറിയിക്കുന്നു. നമുക്ക് സന്തോഷപൂർവ്വം വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുവനാണ്, എപ്പോഴും ഒരുപോലെയാണ്. ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഈ എല്ലാ കുടുംബങ്ങളെയും ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹിച്ചുകൊണ്ടുള്ള മംഗളപത്രം കോട്ടയം സഭയുടെ പ്രൊവിൻഷ്യൽസ് ബഹുമാനപ്പെട്ട വർഗീസ് പിന്നച്ചൻ വായിച്ചുകൊണ്ട് എൻ്റെ മുൻപായിട്ട് നൽകുന്നതാണ്. തുടർന്ന് നാമിയുടെ 2 വാക്കുകൾ അച്ഛൻ സംസാരിക്കുന്നതായിരിക്കും. The Holy Father Francis cordially imparts the requested apostolic blessing to Reverend Father Benedict Annadan on the occasion of the 100th anniversary of foundation of Mount Carmel Church, Mariapuram, Neyyathinkara, invoking through the intercession of the Virgin Mary an abundance of divine graces. July 16, 2018. അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവേ, അഭിമന്യ സിൽവസ്റ്റർ പൊതുമുത്തൽ പിതാവേ, അഭിമന്യ മാർ തോമസ് പിതാവേ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ക്രിസ്തുദാസ്, ഇടവക വികാരി ബെനഡിക്ട് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മോൺസിഞ്ഞോർമാരെ, വൈദിക സഹോദരരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവാനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും കൃതജ്ഞതയുടെയും അഭിമാനത്തിൻ്റെയും നിറവിലാണ് നാം. ഇന്ന് നെയ്യാറ്റിൻകര രൂപതയുടെ ജന്മദിനമാണ്. രൂപത സ്ഥാപിതമായിട്ട് 22 വർഷം പിന്നിടുകയാണ്. ഈ രൂപതയുടെ പ്രഥമ മെത്രാനായ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ 22ാം വാർഷികം. ഈ അവസരത്തിൽ പള്ളോട്ടയം സഭ നെയ്യാറ്റിൻകര രൂപതയോടും അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിനോടുമുള്ള സ്നേഹവും പ്രാർത്ഥന ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ്. ആയിരത്തി 1918 കർമ്മല മാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ദൈവാലയം 100 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ മരിയാപുരം ഇടവക ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിലാണ്. അതുകൊണ്ട് തന്നെ പള്ളോട്ടയം സഭ മരിയാപുരം ഇടവക ജനങ്ങൾക്ക് ശതാബ്ദിയുടെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
തദാവസരത്തില് മനോഹരമായ ഒരു ദേവാലയം ഇവിടെ പടുത്തുയർത്തി ആ ദേവാലയത്തിന്റെ ആശീർവാദവും പ്രതിഷ്ഠയും നടത്തിയ ഈ അവസരത്തില് അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിനും നെയ്യാറ്റിൻകര രൂപതയ്ക്കും ഈ ദേവാലയത്തിന്റെ നിർമ്മാണ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബെനഡിക്ട് അച്ഛനും സഹകാർമ്മികരായി പ്രവർത്തിച്ച വൈദികർക്കും ഈ ദേവാലയ നിർമ്മാണത്തിന്റെ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾക്കും അവരോട് ഒരുമിച്ച് സഹകരിച്ച എല്ലാ ഇടവക ജനങ്ങൾക്കും പള്ളോടയം സഭയുടെ അഭിനന്ദനങ്ങൾ കൃത്യമായി ഞാൻ അറിയിക്കുകയാണ്. ഈ ദേവാലയത്തിന്റെ നിർമ്മാണ അവസരങ്ങളിൽ പല പ്രാവശ്യം ബെനഡിക്ട് അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ വരികയുണ്ടായി. ഇങ്ങനെ ഒരു ദേവാലയം ഇവിടെ പുതുക്കി പണിയുന്നതിന്റെ ചർച്ച നടന്ന അവസരങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള പ്ലാനും പദ്ധതിയും രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും നിർമ്മാണ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന അവസരത്തിലും ഏറെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു എന്ന് എനിക്ക് വളരെ അടുത്തറിയാം. പക്ഷേ ഏക മനസ്സായി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് മുന്നേറിയതിന്റെ ഫലമാണ് ഈ മനോഹരമായ ദൈവാലയം എന്ന് ഞാൻ പള്ളോടയം സഭയും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ പള്ളോടയം സഭയുടെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നാടിന്റെ ആത്മീയതയുടെ ചൈതന്യത്തിന്റെ മുഖമുദ്രയും വിശ്വാസത്തിന്റെ നേർസാക്ഷ്യവുമാണ് ഒരു ദേവാലയം. ഇത്ര മനോഹരമായി ഈ ദേവാലയം ഇവിടെ പടുത്തുയർത്തപ്പെട്ടുവെങ്കിൽ വിശ്വാസത്തില് ആഴമുള്ള ആത്മീയ ചൈതന്യത്തില് ഏറെ വളർന്നിട്ടുള്ള ഒരു ജനസമൂഹം ഇവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ വളർച്ചയില് പള്ളോടയം സഭയിൽ പങ്കുചേർന്നതിന്റെ അഭിമാനത്തിലാണ് ഞാനിത്. 1989 ഈ ഇടവകയുടെ അധികാര ശുശ്രൂഷ പള്ളോടയം സഭയെ ഏൽപ്പിക്കുന്നത്. അന്ന് ഇത് തിരുവനന്തപുരം അതിരൂപതയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം രൂപതയോടും പ്രത്യേകിച്ച് പിതാവിനോടും ഉള്ള പള്ളോടയം സഭയുടെ സ്നേഹവും കടപ്പാടും ഈ നിമിഷത്തിൽ അറിയിക്കുകയാണ്. പിന്നീട് നെയ്യാറ്റിൻകര രൂപതയുടെ ഭാഗമായി മാറിയ ഈ ഇടവക സമൂഹത്തിന്റെ ശുശ്രൂഷ ഇന്നുവരെ ചെയ്ത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഈ രൂപതയോടും വിൻസെന്റ് സാമുവൽ പിതാവിനോടും ഞങ്ങൾക്കുള്ള സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവകയിൽ പ്രവർത്തിച്ച എല്ലാ പള്ളോടയം വൈദികരെയും പ്രത്യേകിച്ച് മാത്യു പനക്കലച്ചനെയും അഗസ്ത്യ വൈദ്യാകലച്ചനെയും ഷിബു ജോസഫ് അച്ഛനെയും തോമസ് മഞ്ചളി അച്ഛനെയും ഞാൻ അവരോടൊന്ന് സഹകരിച്ച പ്രവർത്തിച്ച എല്ലാ സഹവൈദികരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ബെനഡിക്ട് കണ്ണാടൻ അച്ഛനും അതുപോലെ തന്നെ ഇവിടെ സന്നിധരായിരിക്കുന്ന സഹവൈദികരായ ജോണി അച്ഛൻ, സന്തോഷ് അച്ഛൻ, ജോബിഷ് അച്ഛൻ, ലിഞ്ചു അച്ഛൻ, പ്രിയേഷ് അച്ഛൻ, ഇവരെല്ലാവരും അവരുടേതായ രീതിയിൽ ഈ ഇടവകയുടെ വളർച്ചയിൽ പങ്കുചേർന്നു.
അതുകൊണ്ട് തന്നെ അവർക്ക് സഭയുടെ നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ആത്മീയതയിൽ വളരാം. ഈ വളർച്ച തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മരിയപുരം ഇടവകയോടുള്ള പള്ളോടൈൻ സഭയുടെ സ്നേഹവും നന്ദിയും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ വ്യക്തികളെ പരിശ്രമിക്കുന്നതാണ്. ഈ വ്യക്തികളുടെ സ്നേഹഭാഗങ്ങൾ ആദരിക്കുവാൻ ഞങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുകയും പേര് വിളിക്കുന്ന കുടുംബത്തിൽ ഓരോരുത്തരും മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യ സ്റ്റാൻലി റോം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കനായ പള്ളോട്ടൈൻ സഭയിലെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ വർഗീസ് പുനമച്ചന് ഇടവകയുടെ സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട ഇടവകാരെ സമർപ്പിക്കുന്നു. മരിയാപുരം ഇടവക മക്കൾക്കായി അതിമനോഹരമായ ദേവാലയം പണിയുന്നതിനായി എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അക്ഷീണം പ്രയത്നിക്കുകയും അതിനേക്കാൾ ഉപരിയായി ഇടവയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി ബെനഡിറ്റസിന് സ്നേഹോപഹാരം നൽകുന്നതിനായി അഭിവന്യ വിൻസെന്റ് സാമുവൽ പിതാവിനെ ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്ന ക്രമത്തിൽ ഓരോരുത്തരായി മുന്നോട്ട് കടന്നു വരണം, മറ്റുള്ള വ്യക്തികൾ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ദേവാലയത്തിൻ്റെ ജയദാസിനെ ക്ഷണിക്കുന്നു. അതുപോലെ ഇലക്ട്രിക് വർക്കുകൾക്ക് നേതൃത്വം നൽകിയ മിസ്റ്റർ വിജയകുമാർ സിയാറിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ വിജയകുമാർ സിയാറിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ ജയദാസ്, മിസ്റ്റർ വിജയകുമാർ. വളരെ മനോഹരമായ മുത്തുപണിയോട് നമ്മുടെ ദേവാലയം ഓടിക്കൂട്ടിയ ബിനു ഗുഡ് വർക്കിനോട് ശ്രീ ബിനുലാലിനെ ക്ഷണിക്കുന്നു. ബിനുലാൽ മുമ്പോട്ട് കടന്നു വരിക. ബലിപീഠം വളരെ മനോഹരമായി പണിതീർത്ത ശ്രീ സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. ശ്രീ സുരേഷ് ബാബു. ഗ്ലാസ് വർക്കുകളാൽ ദേവാലയത്തിന്റെ പ്രൗഢി കൂട്ടിയ ഫാബ് ഗ്ലാസിന്റെ ഓണർ ശ്രീ ബേബി ആൻഡോയെ ക്ഷണിക്കുന്നു. ശ്രീ ബേബി ആൻഡോ കടന്നു വരിക. ശ്രീ ബേബി ആൻഡോയെ ക്ഷണിക്കുന്നു. ഗ്രാനൈറ്റ് വർക്കിന്റെ പെയിന്റിംഗ് വർക്കിന് നേതൃത്വം നൽകിയ ശ്രീ സെൽവരാജ് ആർ. അതുപോലെ പള്ളിയുടെ ചുറ്റിലും പൂന്തോട്ടം നിർമ്മിച്ച് അത് മനോഹരമാക്കിയ ഗാർഡൻ പാലസ് ശ്രീ എ രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന മിസ്റ്റർ ബാബുവിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ ബാബു. ഇടവകയിലെ പൊതുപണികൾക്ക് നേതൃത്വം നൽകിയ ഈ ഇടവകയിലെ തച്ചമ്പിടാവ് ശ്രീ ആന്റണിയെ സാദരം ക്ഷണിക്കുന്നു.
തച്ചമ്പിളാകം ശ്രീ ആന്റണിയെ സാദരം ക്ഷണിക്കുന്നു. ഈ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സൂപ്പർവൈസറായി പ്രവർത്തിച്ച ശ്രീ സിബി ജോണിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുക്കർമ്മങ്ങളിലേക്ക് ദേവാലയ ആശീർവാദം കടന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യന്റെ ഭാഷയിൽ ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സ്നേഹവിരുന്ന ശേഷം മാത്രമേ എല്ലാവരും വീട്ടിൽ പോകാനാണ്. സ്നേഹവിരുന്നിന് ശേഷം പോസ്റ്റൽ സ്റ്റാഫിന്റെ വൈദികർക്കും സിസ്റ്റേഴ്സിനും സ്നേഹവിരുന്ന കമ്മ്യൂണിറ്റി ഹോളുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്വർഗീയ കൂടാരം കുടുംബം കുടുംബം സ്നേഹസാഗര തീരം കുടുംബം കുടുംബം പരിശുദ്ധമാം ബലിപീഠമാകുവാൻ ഈശന്റെ കാൽപ്പാടു പിൻചെല്ലും പ്രയാണം പ്രയാണം സ്നേഹരാജൻ നയിക്കട്ടെ, നാഥനായവൻ വാഴട്ടെ. ഇനിമേൽ നിങ്ങൾ ഒരു മനമായി ഒരു സ്വരമായി സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ. സ്വർഗീയ കൂടാരം കുടുംബം കുടുംബം.
പ്രാർത്ഥന മാത്രമാണെന്നുമെന്നും ആശ്വാസം. കർത്താവിൽ ആശ്രയം തേടിടേണം. പ്രാർത്ഥന മാത്രമാണെന്നുമെന്നും ആശ്വാസം. കർത്താവിൽ ആശ്രയം തേടിടേണം. വാഗ്ദത്ത നാടിൻ പ്രയാണമായി തീരുവാൻ വിശ്വാസം ശ്വാസമായി മാറ്റേണം. ദൈവവിശ്വാസം പവിത്രമായി കാക്കേണം. ക്രിസ്തു തൻ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം നിങ്ങൾ സ്നേഹം നൽകണം. സ്നേഹരാജൻ നയിക്കട്ടെ, നാഥനായവൻ വാഴട്ടെ. ഇനിമേൽ നിങ്ങൾ ഒരു മനമായി ഒരു സ്വരമായി സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ. സ്വർഗീയ കൂടാരം കുടുംബം കുടുംബം. വിശുദ്ധിതൻ ശക്തിയാൽ പ്രേഷിതരായി തീരേണം. വിശ്വസ്തത കവചമായി അണിഞ്ഞിടേണം. വിശുദ്ധിതൻ ശക്തിയാൽ പ്രേഷിതരായി തീരേണം. വിശ്വസ്തത കവചമായി അണിഞ്ഞിടേണം. വിനയവും കരുണയും നാവിൽ മന്ത്രമായി വിശ്വാസ സ്ഥൈര്യത്തിൽ ജീവിക്കണം. ദൈവദർശനം ശീലമായി മാറ്റേണം. ക്രിസ്തു തൻ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം നിങ്ങൾ സ്നേഹം നൽകണം. സ്വർഗീയ കൂടാരം കുടുംബം കുടുംബം. സ്നേഹസാഗര തീരം കുടുംബം കുടുംബം. പരിശുദ്ധമാം ബലിപീഠമാകുവാൻ ഈശന്റെ കാൽപ്പാടു പിൻചെല്ലും പ്രയാണം പ്രയാണം. സ്നേഹരാജൻ നയിക്കട്ടെ, നാഥനായവൻ വാഴട്ടെ. ഇനിമേൽ നിങ്ങൾ ഒരു മനമായി ഒരു സ്വരമായി സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ, സ്നേഹഗീതികൾ പാടട്ടെ.